2026 കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കേരള രാഷ്ട്രീയത്തിൽ ഏറെപ്പേർ കാത്തിരിക്കുന്നത് പിണറായി വിജയൻ്റെ ഏകഛത്രാധിപതി ഭരണം അവസാനിക്കുമെന്ന്. ശരിയായിരിക്കാം. നിലമ്പൂരിലെ ഫലം വന്നപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ആശ്വസിക്കുന്നുണ്ട്. പടക്കം വരെ പൊട്ടിച്ച് വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 2026 കോൺഗ്രസ്സുകാർ പിടിച്ചെടുക്കും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. വി ഡി സതീശനും വളരെ തൻ്റെ ഇടത്തോടു കൂടി അങ്ങ് കയറുകയാണ്. ഇതിനിടയ്ക്കാണ് വി ഡി സതീശൻ ചില കാര്യങ്ങൾ ഒരു വിസ്മയം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതെന്തായിരിക്കും എന്നുള്ളതാണ് പലർക്കും അറിയേണ്ടത്. വി ഡി സതീശൻ വലിയ കണക്ക് കൂട്ടലോടുകൂടിയാണ് പോകുന്നത്. അദ്ദേഹം മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര മണ്ഡലങ്ങൾ വരെ പ്രത്യേക സർവേ വരെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ. അതിനെ ചൊല്ലി വലിയ വിവാദമൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വി ഡി സതീശൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ വിസ്മയം എന്ന് പറയുന്നത് ഈ LDF മുന്നണിയിൽ നിന്ന് ചിലരൊക്കെ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളത് ഒരു പിന്നാമ്പുറ വർത്തമാനമാണ്. CPI ഇവർ ക്ഷണിച്ചു കയറി. CPI അവിടെ ചവിട്ടും കുത്തും ഒക്കെ ഏറ്റ് കിടക്കുകയാണ്. കുറേ കാലമായി CPMൻ്റെ തൊഴുത്തിൽ കിടക്കുകയാണ്. ഈ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ചെറുവൃക്ഷങ്ങൾക്ക് വളരാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് CPI വളരുന്നില്ല, വളരാനൊട്ട് അനുവദിക്കുകയുമില്ല. അതുപോലെ RJD മുന്നണിയും ഒക്കെ മുന്നണിയും ഒക്കെ അത് അവിടുന്ന് ഇറങ്ങി വരും എന്നുള്ള രീതിയിലുള്ള വർത്തമാനം നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രധാനമായിട്ട് വരുമെന്ന് ഉറപ്പുള്ള ഒരു ഘടകകക്ഷിയിലേക്ക് നമുക്ക് പോകാം. അത് ഏറെ നാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. കേരള കോൺഗ്രസിൻ്റെ കാര്യം തന്നെയാണ്. കേരള കോൺഗ്രസ് പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ. അവർ ചാഞ്ചാടി നടക്കും, പിന്നെ അവർ പിളരും, അവർക്ക് അധികാരം വേണം, അധികാരമുള്ളിടത്തേക്ക് പോകും, ഇതൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ അധികാരമില്ലാതെ നിൽക്കാൻ പറ്റാത്തത് ഒന്ന് ലീഗിനാണ്, മറ്റൊന്ന് കേരള കോൺഗ്രസ് ആണ്. ലീഗിന് 10 വർഷമായി അധികാരമില്ലാതിരിക്കുകയാണ്. അത് ഏറെക്കാലമാണിത്. ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്ന ഇപ്പോഴാണ്. ഇനി അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിന് മുമ്പായിട്ട് അവരെ ചട്ടം കെട്ടിയത് കോൺഗ്രസ്സുകാരെ ജോസ് കെ മാണിയെ ഇങ്ങ് വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു. ജോസ് കെ മാണിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാകത്തില്ല. കാരണം അദ്ദേഹം വരണമെന്നുണ്ട്. 2026 UDFന് ഭരണം കിട്ടുമെന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമാണ് തൻ്റെ പിതാവായ KM മാണിയെ ബാർക്കോഴയിൽ കുരുക്കിയത്, ഒറ്റപ്പെടുത്തിയതും എന്നൊക്കെ ജോസ് കെ മാണിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ അമർഷമുണ്ട്, അരിശം അടങ്ങിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണി വരുത്തില്ല. ജോസ് കെ മാണിയോട് എപ്പോഴും നിൽക്കുന്നത് റാന്നി MLA പ്രമോദ് നാരായണനാണ്. പ്രമോദ് നാരായണന് LDFിൽ തന്നെ അങ്ങ് തുടർന്നു പോകും. ജോസ് കെ മാണിയും അതിൻ്റെ അന്തിമ തീരുമാനമായിട്ടില്ല. പ്രമോദ് നാരായണനെ സംബന്ധിച്ചിടത്തോളം റാന്നി മണ്ഡലമാണ്. റാന്നി മണ്ഡലത്തിൽ LDFിൻ്റെ ഒരു സീറ്റ് അവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് പ്രമോദ് കരുതുന്നുണ്ട്. ഇനി റോഷി അഗസ്റ്റിന് പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിലാണെങ്കിലും 2026 ഭരണം UDFിലേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചായാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കേരള കോൺഗ്രസ് അങ്ങ് പിളരും. റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം, ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ വേറൊരു വിഭാഗം, 5 MLA ഇവർക്കുള്ളത്. റോഷി അഗസ്റ്റിനോടൊപ്പം N ജയരാജ് ചീഫ് വിപ്പാണ്, കാഞ്ഞിരപ്പള്ളി MLA. പിന്നെ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ, പിന്നീട് ചങ്ങനാശ്ശേരി MLA. അപ്പോൾ അവർ 4 പേര്. 5ാമനായ പ്രമോദ് നാരായണനും ജോസ് കെ മാണിയും ഒരു ഭാഗത്ത്. ഇങ്ങനെ നിൽക്കും എന്നാണ് അറിയുന്നത്. കാരണം ഇവർക്ക് റോഷി അഗസ്റ്റിനെ തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഇടുക്കി മണ്ഡലത്തിലെ 5 മണ്ഡലങ്ങൾ ഈ ക്രൈസ്തവരുടെയൊക്കെ തന്നെ പിന്തുണയോടുകൂടിയും ഈ കേരള കോൺഗ്രസ് റോഷി വിഭാഗത്തിൻ്റെ പിന്തുണയോടും കൂടി പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ്. അതിനോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലുള്ള 9 മണ്ഡലങ്ങളും ഇവർക്ക് നേടിയെടുക്കാം. കൂടാതെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയും തിരുവല്ലയിലും ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇതിൽ റാന്നി സംശയമാണ്. കാരണം റാന്നി പൊതുവെ LDFിൻ്റെ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്.
CPM-ന്റെ 5 തവണ രാജു അബ്രഹാം MLA ആയിരുന്നു അവിടെ. 2021 കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൊടുത്തത്. പ്രമോദ് നാരായണൻ അവിടുന്ന് വിജയിച്ചു വന്നത്. അപ്പോൾ അത് LDF-ന്റെ ഒരു മണ്ഡലമായിട്ട് തുടരുകയാണ്. അത് പിടിച്ചെടുക്കുക ഇത്തിരി പ്രയാസമുള്ള കാര്യമായിരിക്കും. എന്തായാലും ഈ ജോസ് കെ മാണി വിഭാഗവും റോഷി അഗസ്റ്റിനും ഇത്തരത്തിലായിരിക്കും ഇനിയും പിരിയാൻ പോകുന്നത്. അത് ഇതിപ്പോൾ ഇവിടെ വെച്ച് ഇന്നോ നാളെയോ കൊണ്ടെന്ന് തീർച്ചപ്പെടുത്തുന്ന കാര്യമല്ല. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിൽ മാത്രമേ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ചിത്രം കിട്ടണമെന്നില്ല. ഒരു ഏകദേശ ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അങ്ങോട്ടുള്ള LDF-ന്റെ ആയാലും UDF-ന്റെ ആയാലും പ്രവർത്തന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം ഏത് തരത്തിൽ കേരളം ചായും എന്നുള്ളത്. അതനുസരിച്ച് മാറാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ജോസ് കെ മാണിക്ക് വേറെ ഓഫറുണ്ട്. LDF-ൽ നിന്ന് കഴിഞ്ഞാൽ LDF-ന് പതനമാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി തേടാൻ പോകുന്ന വഴി തേടുകയല്ല. ജോസ് കെ മാണിക്ക് ഇപ്പോഴേ ഓഫർ വന്നിട്ടുണ്ട്. അത് BJP-യാണ് ക്ഷണിച്ചിരിക്കുന്നത്. NDA മുന്നണിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റ് നൽകും, കേന്ദ്രമന്ത്രിയാക്കും. ഇപ്പോൾ നൽകിയിരിക്കുന്ന രാജ്യസഭ MP സ്ഥാനം അത് LDF കൊടുത്തതാണ്. അത് 2026 അവസാനിക്കും. UDF-ൽ നിന്ന് 2021 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ വെച്ചൊരു രാജ്യസഭാ MP സ്ഥാനം ഉണ്ടായിരുന്നു. അത് തിരിച്ചു കൊടുത്തിട്ടാണ് പോകുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2021 ഇവിടുന്ന് കിട്ടിയതാണ്. അത് ഈ 2026 അവസാനിക്കുമ്പോൾ തുടർന്ന് ഇനിയും LDF കൊടുക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ റോഷി അഗസ്റ്റിൻ വിഭാഗം ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇദ്ദേഹത്തിന് ജോസ് കെ മാണിക്ക് പുതിയ വഴി തേടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് NDA മുന്നണിയിലേക്ക് ക്ഷണം വന്നിരിക്കുന്നത്. ഒരു കേന്ദ്ര മന്ത്രി വരെ ആകാനായിട്ട് ജോസ് കെ മാണിക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതിനിടയ്ക്ക് PJ ജോസഫ്, ശതാഭിഷിക്തനായിരിക്കുന്ന PJ ജോസഫ് പറഞ്ഞു ഒരു ഏകീകൃത കേരള കോൺഗ്രസ് ആണ് നമുക്ക് ആവശ്യം. PJ ജോസഫിൻ്റെ ഒരു ആഗ്രഹമാണ് കേരള കോൺഗ്രസ് പിളരാനാണെങ്കിൽ ഇനിയും കൊണ്ട് പിളരും. പിളർന്ന് ഒരു പരുവത്തിലായി നിൽക്കുകയാണ്. അങ്ങനെ പിളർന്നു നിൽക്കുന്ന കേരള കോൺഗ്രസുകളെ മുഴുവൻ ഒരു കൊടിക്കീഴിൽ കൊണ്ടുവരിക, ഏകീകൃത കേരള കോൺഗ്രസ് എന്ന ആശയം. PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസിന് ഇപ്പോൾ 2 MLA-മാരാണ്. PJ ജോസഫ് തൊടുപുഴയിൽ നിന്നും കടുത്തുരുത്തിയിൽ നിന്ന് മോൻസ് ജോസഫുമാണുള്ളത്. അപ്പോൾ ഒരു ഏകീകൃത കേരള കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റോഷി അഗസ്റ്റിൻ വിഭാഗവും എല്ലാം കൂടി ലയിക്കാനുള്ള സാധ്യതയും കാണുന്നു. അത് UDF-ലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. എന്തായാലും പിളരും എന്നുള്ളത് ഇപ്പോൾ ഒരു പിന്നാമ്പുറ വർത്തമാനമല്ല, ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ആ പിളർപ്പും മറുകണ്ഠം ചാടലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ വിശകലനത്തിലായിരിക്കും സംഭവിക്കുക.